നല്ല രീതിയിൽ ഹുക്കായി പ്ലെയർ തന്നെ വേണം. ഇത് ഗ്യാപ്പ് കൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. നമുക്ക് ഫിഷ് ഓൺ. മീൻ ഉറപ്പായിട്ട് നമുക്ക് മിസ്സാവും. അതെങ്ങനെ ഫിഷ് ഓൺ. കളയല്ലേ പോകരുത്. ഫിഷ് ഓൺ. ഫിഷ് ഓൺ. നമ്മുടെ വീഡിയോ ഓൺ അല്ലായിരുന്നു കേട്ടോ. ലിയോണിലടിച്ച് കുഞ്ഞ്. ഹലോ മിസ്സന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഒരു ഫ്രോഗ് പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ഫ്രോഗ് മിക്ക ആംഗ്ലേഴ്സിനും അറിയാം, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. നമ്മുടെ റിയൽ വാരിയറിന്റെ ലിയോൺ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഫ്രോഗ് കണ്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൊരു കുഞ്ഞു ഫ്രോഗ്. എൻ്റെ ഒരു കൈ കണ്ടോ, വിരൽ കണ്ടോ, ഈ വിരലിൻ്റെ ഇത്രയേ ഉള്ളൂ ഈ ഫ്രോഗ്. സംഭവം നല്ല അടിപൊളിയാണ്. ഇതേ വെച്ച് ഞാൻ കുറേ മീൻ പിടിച്ചു. അതിനുശേഷമാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ തന്നെ എടുക്കുന്നത്. ഇതിൻ്റെ ഹുക്ക് എന്ന് പറയുന്നത് നമ്മുടെ VMCയുടെ നല്ല ഹുക്കാണ് വരുന്നത്. പുറകിലൊരു കുഞ്ഞൊരു സ്പിന്നർ കണ്ടോ, കുഞ്ഞ് സ്പിന്നർ കേട്ടോ, വലിയ സ്പിന്നറില്ല, കുഞ്ഞൊരു സ്പിന്നർ. പിന്നെ സിവല് ബാക്കി കാര്യങ്ങളെല്ലാം പറയേണ്ട ഒന്നുമില്ല. സംഭവം പൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞു വരാൽ വരെ ഇതിനകത്തടിക്കും. ഇനി ഇതിൻ്റെ റബ്ബർ ക്വാളിറ്റി ഒന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. റിയൽ വാരിയറിൻ്റെ വലിച്ച് ഞാൻ നോക്കുവാണ് കണ്ടോ, വലിച്ചിട്ട് പോലും ഒരു കുഴപ്പമില്ല. മീൻ കുറേ പിടിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ തന്നെ എടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നോക്കി, ഇത്ര മീൻ പിടിച്ചിട്ടും ഡാമേജ് ഇതിനകത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലിയോൺ. അപ്പം മച്ചാമാരെ, സമയം കളയേണ്ട, നിങ്ങൾ നേരെ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. അപ്പം നമ്മളിതേ രാവിലെ വന്നിട്ടുണ്ട്. നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലിയോൺ എന്ന് പറയുന്നത് ഒരു കുഞ്ഞൻ ഫ്രോഗ് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ അടിക്കാൻ. ലോങ് നമുക്കൊത്തിരി കിട്ടത്തില്ല, അതുകൊണ്ട് നമുക്ക് അടുത്തടുത്തൊക്കെ അടിച്ച് നോക്കാം. ചെറിയ വരാലൊക്കെ നമുക്ക് അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹുക്ക് കണ്ടല്ലോ, നല്ല ഹുക്കും കാര്യങ്ങളാണ്. അപ്പം നമുക്ക് കാസ്റ്റിംഗ് തുടരാം. ഫിഷ് ഓൺ. ചെറുതാ കേട്ടോ. അയ്യോ, പോയി കേട്ടോ. ദൂ കിടക്കുന്നു, ദൂ. ആ ചെറുത് പോയി. നമുക്ക് വിധിക്കാത്ത മീന. എന്ത് സംഭവം നടത്തില്ല കേട്ടോ. ശരിക്കും അവനെ എഴുതി കാണത്തില്ല. പോയി. ടാറ്റാ. ഫിഷ് ഓൺ. നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലിയോൺ തുമ്പത്ത് വന്നപ്പോൾ ഒരൊറ്റ അടിയായിരുന്നു. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ലാത്ത സൈസ് ഫ്രോഗ്. ഇങ്ങനെ കയറിയിരിക്കുക. പിടയ്ക്കാതെ നമുക്കിങ്ങനെ എടുക്കാം, കുഴപ്പമില്ലാത്തൊരു വരുവ കേട്ടോ. ഫ്രോഗ് ഇങ്ങനെ കയറിയിരിക്കുന്നത് കണ്ണിൻ്റെ ഇതെല്ലാം. ലിയോണിലടിച്ച് കുഞ്ഞു വരാൽ. കുഞ്ഞല്ല, അത്യാവശ്യം എടുക്കാൻ പറ്റിയ സൈസ് കേട്ടോ. ഇത് ഒത്തിരി ചെറിയ ടൈപ്പല്ല, ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ സൈസാണ്. അത്യാവശ്യം നല്ല കറുത്ത ഫിന്നൊക്കെ. എന്ത് രസമല്ലേ, ചെറുതാണ്, കാണാൻ ഭംഗിയുണ്ട്. എടുത്തേക്കാം. ഇതാണ് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലിയോൺ കണ്ടോ. കുഞ്ഞു ഫ്രോഗ്, പച്ച കളറാണ് എടുത്തേക്കുന്നത്. ഒരു സ്പിന്നറേ ഉള്ളൂ, വേറെ സ്പിന്നറൊന്നും കേട്ടിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ ഒന്നുകൂടെ ഒന്ന് അടിച്ച് നോക്കാം. ചെറിയ ഈ ടൈപ്പൊക്കെ വരാൽ ചിലപ്പം കിട്ടുന്ന സാധ്യതയുണ്ട്. നമുക്കെന്തായാലും നോക്കാം, ട്രൈ നോക്കാം ഒന്നുകൂടെ. അപ്പം മച്ചാന്മാരത് മഴ പെയ്യുന്നുണ്ട്, നമ്മൾ കയറുവാണ്. നമുക്ക് അടുത്ത ദിവസം നമുക്ക് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലിയോണും കൊണ്ട് നമുക്ക് ഒന്നുകൂടെ നിറയെ നോക്കാം.
നെക്സ്റ്റ് ഡേ ഇതേ രാവിലെ നമ്മൾ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലിയോണയും കൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വന്ന സ്ഥലത്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. മീൻ ചെറുതായിട്ടൊക്കെ ആക്ടിവിറ്റി കാണിച്ചു തുടങ്ങി. അപ്പം നമുക്ക് കാസ്റ്റിങ്ങിലോട്ട് പോവാം. വീഡിയോ ഓൺ അല്ലായിരുന്നു കേട്ടോ. ശേ, ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ മറ്റേ ഫോണിനകത്തൊരു കോൾ വന്ന് ഞാൻ ജസ്റ്റ് നോക്കാൻ വേണ്ടി ഇതൊന്ന് ഓഫ് ചെയ്ത് വെച്ചതാണ്. അയ്യ, കുഴപ്പമില്ല. നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലിയോണിൽ ഇന്നത്തെ ദിവസം അടിച്ച ആദ്യത്തെ വരാൽ നല്ല രീതിയിൽ ആശാൻ എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഒരു 1/4 കിലോ റേഞ്ച് ഉണ്ട്. ഇതൊക്കെ എടുക്കാൻ പറ്റിയ പരുവാണ്. നമ്മൾ കളയേണ്ടി വന്നു. ഫ്രോഗ് കണ്ടോ, നല്ല രീതിയിൽ അടിച്ച് അകത്ത് കയറ്റിയിട്ടുണ്ട്. ഈ നാക്കില്ലേ, ഈ നാക്കിൻ്റെ ഇവിടെ. അപ്പം നമ്മൾ പ്ലെയർ എടുക്കണം. നമ്മളെ വരാൽ. അപ്പം വെറുതെ സമയം കളയണ്ട, നമുക്ക് അതിനെ കൊല്ലിയിലോട്ട് മാറ്റാം. പൊടിമീൻ്റെ ആക്ടിവിറ്റിയൊക്കെ നല്ല രീതിയിലുണ്ട്. അപ്പം ബൈ ചാൻസ് നമുക്ക് 1-2 കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്കെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഫ്രോഗ്, നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലിയോൺ ഉണ്ടോ. വലിയ ഡാമേജുകളൊന്നുമില്ല ഫ്രോഗിന്. അപ്പം നമുക്ക് കാസ്റ്റിങ് നമുക്കിനി തുടരാം. നോക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇനി അടിക്കാൻ സാധ്യത. അയ്യേ, മിസ്സിങ് മീൻ മിസ്സായിട്ടുണ്ട്. അയ്യ, എന്താ മിസ്സായി? അയ്യേ, ഷോൺ കളയല്ലേ, പോകരുത്. അങ്ങനെ നമ്മുടെ ലിയോണിൽ രണ്ടാമത്തെ വരാൽ 1-2 മിസ്സിങ് ഉണ്ട്. അത് പോച്ചയിലൊക്കെ ഉടക്കി ചെറുതൊക്കെ ആയിരുന്നു. നമ്മളത് അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എത്ര വലിയ ഫ്രോഗ് ഇട്ടാലും പോകാനുള്ള മീൻ പോകും. നമ്മുടെ രണ്ടാമത്തെ വരാൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. അടിച്ച് അകത്ത് കയറ്റി വെച്ചു. അത് നമുക്ക് നല്ലൊരു പ്രയോജനമായി. ചില മീനുകളൊക്കെ ഉണ്ടല്ലോ, അടിക്ക് ഈ തുമ്പത്തൊക്കെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ നമുക്ക് മിസ്സാകാൻ വളരെ സാധ്യത വരും. അതിപ്പം ഏത് കൂടിയ ഫ്രോഗ് ഇട്ടെന്ന് പറഞ്ഞാലും മിസ്സാകാനുള്ള മീൻ ഉറപ്പായിട്ട് നമുക്ക് മിസ്സാവും. അതങ്ങനെ നമ്മുടെ വരാൽ മറ്റേൻ്റെയൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് വലിയ സൈസൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ. കാരണം വലിയ സൈസ് എല്ലാം നടുക്കാൻ നിൽക്കുന്നത്. അപ്പം നമുക്കിതിനെ ബാഗിലോട്ട് തള്ളാം. നമ്മുടെ ഫ്രോഗ് ഇങ്ങനെ വെച്ചു, തിരിച്ചിട്ടു, കഴിഞ്ഞു. നമുക്ക് നോക്കാം ഇനി കുറച്ചുകൂടെ മീൻ കിട്ടുമോ നോക്കാം. അതിനകത്ത് കുറച്ചല്ല, ഒരു 1-2 കൂടെ കിട്ടുമോ നമുക്ക് നോക്കാം. ഒത്തിരി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മീൻ്റെ ആക്ടിവിറ്റി ഉണ്ടെങ്കിലും ഓൾറെഡി വായമ്പെല്ലാം ഉള്ളതുകൊണ്ട് ഇവന്മാർ എടുക്കുന്ന ഇച്ചിരി കുറവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. Fish on. സെയിം സൈസ് കേട്ടോ. പഠിച്ച് കഴിഞ്ഞേ ഉള്ളൂ. സെയിം സൈസ്, വലിയ സൈസ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ ലിയോണിൻ്റെ അടിച്ച് ഇന്നത്തെ 3ാമത്തെ വരാൽ. സെയിം സൈസ് കേട്ടോ, എല്ലാം സെയിം സൈസ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ
അത് ചില സാഹചര്യങ്ങൾ കൊണ്ട് മീൻ മിസ്സാവും. ഇത് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് നമുക്ക്, അതുകൊണ്ട് ഇവൻ പോയില്ല. അപ്പം നമുക്കിവനെ നേരെ നമ്മുടെ കൊല്ലിയിലോട്ട് മാറ്റാം, സമയം കളയണ്ട. നല്ല രീതിയിൽ ഹുക്കായി, പ്ലെയർ തന്നെ വേണം. ഇത് വേണം അവൻ്റെ വായ. ഷോ അയ്യ കയറിയേക്കുന്നുണ്ട് ഈ ഒരു സൈഡ് തുളച്ച്. നല്ല ഷാർപ്പായിട്ട് ഹുക്കൊക്കെ നല്ല ഷാർപ്പായതുകൊണ്ട് മോശം പോയില്ല. കുറച്ച് മുമ്പേ അടിച്ച സെയിം സ്പോട്ടിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് അടിച്ചത്. നമ്മളിത് അതിൻ്റെ അപ്പുറത്തെ അങ്ങേ അറ്റത്തൊന്ന് പോയി നോക്കാൻ പോയി. അറിയത്തില്ല, അവിടുന്ന് പൊതുവേ നമുക്ക് മീൻ അടിക്കത്തില്ല ഇവിടുന്ന്. പിന്നെ ഭാഗ്യത്തിന് വല്ലതും കിട്ടി നമുക്ക് നോക്കാം. പശുകുമ്പാക്ക് നിൽപ്പുണ്ട്, പക്ഷേ പശുകുമ്പല്ല, പോത്തുമ്പ. ഇവിടെ വന്നോ കണ്ടോ, ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട്. ഫിഷ്, അയ്യോ എന്തോ പറയും, എനിക്ക് തന്നെ അറിയത്തില്ല, മണ്ട് മീൻ മിസ്സിങ്. നമുക്കിപ്പം ഒന്നിടത്തുനിന്നൊരു മീൻ അടിച്ചിരുന്നു, നല്ലൊരു മീനായിരുന്നു, മിസ്സായിപ്പോയി. അത് എൻ്റെ കയ്യിൽ മിസ്റ്റേക്കാന്ന് തോന്നുന്നു. ഞാൻ നല്ല രീതിയിൽ ഹുക്കപ്പ് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് മിസ്സായിപ്പോയത്. ഒരിക്കലും നമ്മൾ ഫ്രോഗിനെ മാത്രം കുറ്റം പറയാം. സാമാരെ നമ്മുടെ വീഡിയോ കണ്ടല്ലോ, നമ്മുടെ റിയൽ വാരിയൻ്റെ ലിയോൺ വെച്ച് പിടിച്ച മീനുകളുടെ വീഡിയോ കണ്ടല്ലോ. അപ്പം സംഭവം പൊളിയാണ്. അപ്പം മേടിക്കാനുള്ള ഷോപ്പുകളുടെ നമ്പർ, 1-2 ഷോപ്പുകളുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. മിക്ക ഷോപ്പുകളിലും സാധനം ഇപ്പം അവൈലബിൾ ആണ്. അപ്പം സമയം കളയേണ്ട. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു ഫിഷിംഗ് വീഡിയോ കാണും വരെ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സ് മച്ചന്മാർക്കും ടാറ്റാ.